പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ട്രൂ ഓഫ് ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂർ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ദിവ്യ എസ് അയ്യർ IAS യേശുവിനെ പറ്റി പറഞ്ഞതിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമല്ല അതിൽ കൂടുതലായി ശ്രീമതി ദിവ്യ പറഞ്ഞ അഭിപ്രായത്തിൽ അനുകൂലമായി എതിരായി പലരും പറഞ്ഞു കേട്ടു. ഒത്തിരി വീഡിയോകളുണ്ട്, എല്ലാവരും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എൻ്റെ അഭിപ്രായം എന്ന് പറയാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ശ്രീമതി ദിവ്യ പറഞ്ഞത് യേശു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു എന്ന്. കാലിക്കൂട്ടിൽ ജനിച്ചവന് കറുത്ത വർഗ്ഗക്കാരനാകാൻ പറ്റില്ലേ? ഇസ്രായേൽ ജനം, അന്നത്തെ യെരുശലേമിലെ ജനങ്ങളും ഇന്നത്തെ ഇസ്രായേൽ ജനവും കറുത്ത വർഗ്ഗക്കാരല്ലായിരുന്നു എന്നുള്ളത് നമുക്കും അറിയാം, ശ്രീമതി ദിവ്യയ്ക്കും അറിയാം. കർത്താവ് 6 അടി 2 ഇഞ്ച് പൊക്കമുള്ളവരും, യേശുവിന് 6 അടി 2 ഇഞ്ച് പൊക്കമുള്ളവരും സുന്ദരനും ആരോഗ്യദൃഢഗാത്രനും നല്ല വെളുത്ത നിറമുള്ളവരുമായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ യേശു കറുത്ത വർഗ്ഗക്കാരൻ എന്ന് പറയുമ്പോൾ അത് സിംബോളിക്കായിട്ട് നമ്മൾ എടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. കറുത്ത വർഗ്ഗക്കാരുടെയും ഉൾക്കൊള്ളാൻ യേശു തയ്യാറാണ്. കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുവിന് കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു. പക്ഷെ കാലിത്തൊഴുത്തിൽ ജനിച്ചത് കൊണ്ട് എത്ര അധമവർഗത്തിൽപ്പെട്ടവരായാലും അവരൊക്കെ യേശു ഉൾക്കൊള്ളുന്നു. അവർക്കൊക്കെ വേണ്ടിയാണ് യേശു ജനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സഹോദര എന്ന് വിളിച്ചു എല്ലാവരെയും, നല്ല കാര്യമല്ലേ അത്. ശ്രീമതി ദിവ്യ ഒരു പ്രവചനം നടത്തിയെന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രവചനമല്ല, അന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഒരു പ്രവചനമായിട്ട് തന്നെ കണക്കാക്കാം. യേശു എല്ലാവരെയും സഹോദരങ്ങളായിട്ടാണ് കാണുന്നത് തന്നെ. ഏത് മതത്തിൽപ്പെട്ടാലും പ്രജാതിക്കാരെയും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. യഹൂദന്മാർ മാത്രമല്ല, പ്രജാതിക്കാരെയും തള്ളിക്കളഞ്ഞില്ല. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷം യേശുവിൽ വിശ്വസിക്കുന്നവരെ അല്ലെങ്കിൽ മാമോദിസ മുങ്ങുന്നവരെ യേശുവിൻ്റെ സഹോദരനും സഹോദരിയുമായിട്ടാണ് യാക്കോബായ സഭ കണക്കാക്കുന്നത്. അപ്പോൾ യേശുവിനോട് ചേരാൻ മാമോദിസ മുങ്ങുന്ന എല്ലാവരും സഹോദരങ്ങളാണ്. യേശു പിതാവിൻ്റെ സ്വാഭാവിക പുത്രനാണ്. എന്നാൽ യേശുവിൽ മാമോദിസ മുങ്ങുന്നവർ സത്യ മാമോദിസ ആയിരിക്കണോട്ടോ. ഏതെങ്കിലും മാമോദിസ മുങ്ങിയിട്ട് കാര്യമില്ല. സത്യ മാമോദിസ മുങ്ങുന്നവർ യേശുവിൻ്റെ ദത്തുപുത്രന്മാരാണ്. അവർ അവകാശികളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, സ്വത്തിനും അവകാശികളാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ എന്നുള്ള പറയുന്നതുകൊണ്ട് അപാകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യേശുവിൻ്റെ നിറത്തെ പറ്റിയൊക്കെ. യേശുവിൻ്റെ ശരീരത്തിലുള്ള രക്തവും ഒക്കെ ദാവീദ് വംശജയായ മറിയാമിൻ്റെ ശരീരവും രക്തവുമാണ് അവന് കിട്ടിയിരിക്കുന്നത്. ദാവീദ് രാജകുടുംബത്തിൽപ്പെട്ടവനാണ്. യോസേപ്പിൻ്റെ ഒന്നും ദാവീദിന് യേശുവിന് കിട്ടിയിട്ടില്ല. മറിയാം ദാവീദ് വംശജ ആയതുകൊണ്ടാണ് ദാവീദ് ഗോത്രത്തിൽ സിംഹം എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു താണനിലയിൽ നിറത്തിലൊരു താണനിലയിൽ കണ്ടാലും ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം യേശു എല്ലാ നിറത്തെ ഉൾക്കൊള്ളുന്നവരാണ്. കറുത്തവരെന്നോ വെളുത്തവരെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിറത്തിലുള്ളവരെന്ന് വിചാരിച്ച് അവനെ
താഴ്ത്തി കെട്ടാനൊന്നും യേശു ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. നേരത്തെ സൂചിപ്പിച്ചത് മാത്രം. പിന്നെ യേശു കാലിഫോർണിയയിലോ ഇറ്റലിയിലോ അയർലൻഡിലോ ജനിക്കട്ടെ, ഒരു സ്ഥലത്ത് മാത്രം ജനിച്ചു എന്ന് പറയണില്ലല്ലോ. അപ്പോൾ എല്ലാ ലോകത്തിൻ്റെയും ജനങ്ങൾക്ക് വേണ്ടി രക്ഷകരാൻ വന്നു എന്ന അർത്ഥത്തിൽ അതെടുത്താൽ മതി. ഇത് മറ്റൊന്നാണ്, യേശു ഒരു ദൂതനാണെന്ന് ശ്രീമതി ദിവ്യ പറയുന്നുണ്ട്. നമ്മൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം എല്ലാവരും യേശു ദൈവമാണെന്ന് വിശ്വസിച്ച് കൊള്ളണമെന്ന് നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഒരു കാര്യം ദിവ്യ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മറിയ കന്യകയാണെന്ന്. യേശുവും അവളും വിശ്വസിച്ചു. കന്യകയാണ്, അത് നിസ്സാരമില്ലല്ലോ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു കാതലായ ഭാഗമാണ് വിശുദ്ധ മറിയാം എന്നും കന്യകയാണെന്ന്. അവർക്കും ശ്രീമതി ദിവ്യയ്ക്കും ആ ബോധ്യം വന്നതുകൊണ്ടായിരിക്കണം കവിതയിൽ അങ്ങനെ ഒരു ഭാഗം ഉൾപ്പെടുത്തിയതെന്ന് വേണം നാം മനസ്സിലാക്കാൻ. അന്ന് ഇന്നും എന്നും കന്യകയാണ് വിശുദ്ധ മറിയാം. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ യേശു കാശ്മീരിൽ പോയി അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയുന്നവരൊന്നും അർത്ഥമൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളതിങ്ങനെ വിശ്വസിക്കുന്നുമില്ല. യെരുശലേമിൻ്റെ ചുറ്റുവട്ടത്തല്ലാതെ ഏകദേശം 200 നാഴികയ്ക്കുള്ളിലല്ലാതെ യേശു സഞ്ചരിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ കാശ്മീരിൽ പോയി ഫിലോസഫി പഠിച്ചു, തത്വം പഠിച്ചു. യേശുവിനൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അവരെ എല്ലാ കാര്യവും അറിയാം. 12 വയസ്സിൽ കാര്യം യഹൂദന്മാരുടെ ദൈവശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. എന്നാലും അതിനെ വെല്ലുന്ന രീതിയിലാണ് ശാസ്ത്രിമാരോടും ദിവ്യമാരോടും സംസാരിച്ചത്. അവരെ തോൽപ്പിച്ചു കളഞ്ഞു 12 വയസ്സിൽ. പിന്നെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. വേറെങ്ങും പോയതായിട്ടില്ല. പോകേണ്ട കാര്യമില്ല. അവന് വേറെ ഒന്നും അഭ്യസിക്കേണ്ട കാര്യമില്ല. അവന് വേറെ വലിയ താത്വികരാകേണ്ട കാര്യമില്ല, ഫിലോസഫറാകേണ്ട കാര്യമില്ല, മഹാനാകേണ്ട കാര്യമില്ല. അവനെല്ലാവരും അംഗീകരിക്കണമെന്ന് അവന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ ആകേണ്ട കാര്യമില്ല. ദൈവത്തിന് അങ്ങനെ നമ്മുടെ ഒന്നും ഒരു അംഗീകാരം വേണ്ട. നമ്മൾ ദൈവത്തിന് എന്ത് കുറ്റം പറഞ്ഞാലും ദൈവത്തിൻ്റെ ആ അസ്തിത്വത്തിന് ഒരു കുറവും വരില്ല. എത്രമാത്രം സ്തുതി പറഞ്ഞാലും ഒരു കൂടുതലും വരില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ ശ്രേഷ്ഠരാകാൻ വേണ്ടിയിട്ടാണ്. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളാണ് ശ്രേഷ്ഠരാകുന്നത്. ദൈവത്തിന് പൊക്കവും മണ്ണവും നീളവും വീതിയൊന്നും കൂടാനുമില്ല, കുറയാനുമില്ല. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ അതിനെടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു സത്യം, മരിച്ചു കഴിഞ്ഞവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയട്ടെ. അത് സാരമാണോ? അത് ശ്രീമതി ദിവ്യ സമ്മതിക്കാല്ലേ? ഇനിയും ഇവിടെ പ്രവർത്തിപ്പാനുണ്ട് എന്ന് അവന് ബോധ്യം വന്നതുകൊണ്ട് അവൻ ഉയർത്തു, തിരിച്ചു വന്നു. മരണത്തിന് ശേഷം ഉയർത്തു. മറ്റെല്ലാ മഹാന്മാരും അവരുടെ കബറിടത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ദ്രവത്വം പ്രാപിക്കാത്ത യേശു ഉയർത്തെഴുന്നേറ്റ് വന്നു. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി പലർക്കും കാണപ്പെട്ടു. ക്രൈസ്തവത്തിൻ്റെ ഏറ്റവും വലിയ ഫെയ്ത്താണ്, ഡോക്ട്രിനാണ്. യേശു ഉയർത്തു. അത് നിങ്ങൾ പോയി പറയാനാ ശിഷ്യന്മാരോട് പറയുന്നത്. യേശു ഉയർത്തു, ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. യേശു സ്വർഗത്തിലുള്ളതുപോലെ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പരിശുദ്ധ റൂഹായിൽ കൂടി നമ്മളിലും അവൻ വസിക്കുന്നുണ്ട്. വിശുദ്ധ തൃത്വം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അടങ്ങുന്ന വിശുദ്ധ തൃത്വമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും. അപ്പം അങ്ങനെ നമ്മളതിനെ കണ്ടാൽ മതി. കൂടുതൽ വിമർശനങ്ങളൊക്കെ നമ്മൾ പോകണ്ട, വിമർശനത്തിന് പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം, മറ്റു മഹാന്മാരെ പറ്റിയൊന്നും ഇങ്ങനെ ഇകഴ്ത്തി പറയാൻ
ശ്രീമതി ദേവിക്ക് കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് യേശുവിനോട് കമ്പയർ ചെയ്യാൻ വേറെ ആരുമില്ല. മറ്റുള്ള മഹാത്മാരിൽ നിന്നും യേശുവിനെ വേർതിരിക്കുന്ന യൂണിക്ക്നെസ്, അങ്ങനെ യൂണിക്കായിട്ട് യേശു തിരിഞ്ഞു നിൽക്കുക എന്ന് ദിവ്യ സമ്മതിക്കുന്നെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിന് നമ്മൾ പുകഴ്ത്തല്ല വേണ്ടത്, അതിനെ മാനിക്കുക വേണ്ടത്, അതിനെ പ്രശംസിക്കുക വേണ്ടത്. അല്ലാതെ നമ്മളതിനെ ഒരു വെല്ലുവിളിക്കപ്പെട്ട കാര്യമില്ല. പിന്നെ ചിലരൊക്കെ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട അതിൻ്റെയൊന്നും ആവശ്യമില്ല. യേശു ആശാരിയുടെ വില ചെയ്തു. ആശാരി ചെക്കനെന്ന് യേശുവിനെ വിളിച്ചിട്ട് നമുക്കെന്തെങ്കിലും വിഷമമുണ്ടോ? നമുക്കതിൽ അഭിമാനമുള്ളൂ. വളർത്തു പിതാവായ യേശു ആശാരി പണിക്കാരനായിരുന്നു. യഹൂദ നിയമം അനുസരിച്ച് പിതാവിൻ്റെ ജോലി ആ പുത്രനും പഠിച്ചിരിക്കണം. അത് യേശു അനുഷ്ഠിച്ചു. 30-ാമത്തെ വയസ്സിൽ രംഗത്ത് വന്നു. ആശാരിച്ചക്കനെന്ന് യേശുവിനെ വിളിച്ചതിൽ യേശുവിനൊരു അപമാനം തോന്നിയില്ലെങ്കിൽ പിന്നെ നമുക്കെന്തിനാ കർത്തവർഗ്ഗക്കാരനെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ അപമാനം തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് 3 കാര്യങ്ങൾ. മറിയാം കന്യക യേശു ഉയർത്തു. യേശുവിനോട് കമ്പയറാൻ മറ്റൊരു മഹാനില്ല എന്ന അർത്ഥത്തിലാണ് ഇത് സംസാരിക്കുന്നത്. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ല, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് യാക്കോബായ സഭ എന്തെല്ലാം പീഡനങ്ങളും പരാതികളും അപഹാസ്യങ്ങളും ഏൽക്കപ്പെട്ട് വളർന്നു വന്ന സഭയാണ്. ഇപ്പോഴും പീഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും നമ്മൾ തളരുന്നില്ല. എത്രയോ പിതാക്കന്മാർ രക്തസാക്ഷികളായിട്ടുണ്ട്. അവിടെയൊന്നും അവർ തളർന്നില്ല. അവർ ധൈര്യസമേതം മരിക്കാൻ പോലും തയ്യാറായി. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പല വീഡിയോകൾ കേട്ടതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു വീഡിയോയുടെ ഒരു വാക്ക്, ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം: നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ ക്ഷമയുള്ളവരാണ്, നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ സഭയുടെ അസ്തിത്വം നിങ്ങൾ അങ്ങനെ നിലനിർത്തണം. എത്രയോ ചിന്തനീയമായ ഒരു വാക്യമാണ്, ഒരു വാചകമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മതഭ്രാന്തന്മാരാകണ്ട. രാഹുൽ പറഞ്ഞ വേറെ ആരും പറഞ്ഞിട്ടില്ല എന്നല്ല, ആ മുഖച്ഛായ നിലനിർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. യേശു ജനിച്ചതും മരിച്ചതും ഉദ്ധാരം ചെയ്തതുമൊക്കെ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനാണ്. ആ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.